ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മളൊരു അടിപൊളി ഒരു കിടുക്കാച്ച് ഗെയിമായിട്ടാണ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, ഇന്ന് നമ്മളെന്തായാലും ഗൈസ് ഒരു എസ്കേപ്പിംഗ് ഗെയിമായിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണമെന്ന് വെച്ചാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ പേരിങ്ങാളൊക്കെയാണ് സ്കൂൾ ബോയ് റൺ അവേ. ഓക്കെ, അതേന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ അച്ഛനും അമ്മയും എന്തായാലും ഉണ്ട്. ഓക്കെ, അവർ രണ്ടുപേരും ഭയങ്കര ഈവിൾ പാരൻസുകളൊക്കെയാണ്. ഓക്കെ, അപ്പം ഇവൻ്റെ കൂട്ടുകാരോട് ഒരിക്കലും എന്തായാലും ഇവനെ എന്തായാലും കളിക്കാനായിട്ട് എന്തായാലും വിടത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഇവൻ്റെ കൂട്ടുകാരനോട് കളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവണ ഒരു അടിപൊളി ഒരു ഗെയിമുകളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിൽ എന്തായാലും അല്ലാതെ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നൈസൊരു ഗെയിമാണ്. ഇതെന്തായാലും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതേപോലെ ഇതാണ് നെറ്റും തന്നെ ഇല്ലാതെ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആടായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്കെന്തായാലും ഈ ഒരു ഗെയിം എന്തായാലും ഒന്ന് കളിച്ച് നോക്കാം. എന്തായാലും നൈസ് ഗെയിമാണ് തോന്നണം. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ +2 സ്റ്റാർട്ട് കൊടുക്കാനായിട്ട് എന്തായാലും പോകണം. ഓക്കെ, നമുക്കെന്തായാലും ഗെയിം കളിക്കാൻ നൈസായിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ മോനെ നമ്മുടെ ക്യാരക്ടറുകളൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും ഇരിപ്പുണ്ട്. ഓക്കെ, എന്തായാലും എന്തായാലും അവൻ്റെ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇൻട്രോയിങ്ങളൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ കേസ്, എന്തായാലും നമ്മുടെ കൂട്ടുകാരനെ എന്തായാലും കേസ് എന്തായാലും അവിടെ നിൽക്കുകയാണ്. ഓക്കെ, എന്നിട്ടാണെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മുടെ മമ്മിൻ്റെ കൂടെ എന്തായാലും കാര്യങ്ങൾ എന്തായാലും ചോദിച്ചു. ഓക്കെ, നമ്മുടെ മമ്മുകളൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഹോംവർക്കുകളൊക്കെ ഫിനിഷ് ചെയ്താന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവൻ പറഞ്ഞേ ഓന്ന്. ഓക്കെ, അവനാണെങ്കിൽ അവൻ്റെ നോട്ട്ബുക്ക് എടുത്ത് അമ്മയുടെ കയ്യിൽ കാണിച്ചപ്പോഴാണ് നല്ല രീതിക്ക് പണി കിട്ടി കേസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ നമ്മുടെ ക്യാരക്ടറുകളൊക്കെ ഫുള്ള് എക്ക് പകരം F ഗ്രേഡുകളൊക്കെയാണ് കേസ് പരീക്ഷയ്ക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് എന്തായാലും പോയി ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു. ഓക്കെ, കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മുടെ കൂട്ടുകാരനോട് അവൻ വരില്ല എന്ന് എന്തായാലും പറഞ്ഞു കേസ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് എന്തായാലും നമ്മുടെ ഹോംവർക്കൊക്കെ ഫിനിഷ് ചെയ്ത് മൊത്തം പഠിക്കാനായിട്ട് എന്തായാലും നമ്മളോട് എന്തായാലും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. എൻ്റെ മോൻ ഇവിടെ നിന്നാണ് കേസ് നമ്മുടെ ഗെയിമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ. ഇതെന്താണ്, ഞാൻ സത്യം പറയാൻ നെറ്റ് ഒന്നും ഓണാക്കിയിട്ടില്ല, പക്ഷെ ഇവിടെ ആഡ് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ കാര്യം എന്ന് പറയണം. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും പോവാം. ഓക്കെ, ഇവിടെയാണ് ഹിൻസുകളൊക്കെ എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ അതേപോലെയാണ് ഗൈസ് നമ്മുടെ മമ്മി ഇല്ല ഗൈസ്, നമ്മുടെ മമ്മി. ഓക്കെ, നമ്മുടെ ഈ ഒരു അമ്മച്ചികളൊക്കെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് എന്തായാലും നമ്മുടെ ക്രിസ്മസ് ട്രീകളൊക്കെ വെള്ളം ഒഴിക്കാൻ പോകും. ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് കയറി ഇരുന്നില്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഇവിടെയാണ് ഓക്കെ നമ്മുടെ അതേപോലെ നമ്മുടെ ഡാഡില്ല, നമ്മുടെ ഡാഡുകളൊക്കെ എന്തായാലും ഒരു ഇതാണ്. നമ്മുടെ ഡാഡുകളൊക്കെ എന്തായാലും TV എന്തായാലും എന്തോ നോക്കിക്കൊണ്ടെന്തായാലും ഇരിക്കുകയാണ്. ഓക്കെ, നമുക്കെന്തായാലും ഫുള്ളായിട്ട് നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു ഹിൻ്റൊക്കെ എന്തായാലും എടുത്തെന്തായാലും നോക്കാം. ഓക്കെ, അതേപോലെയാണ് നമുക്കാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറുകളൊക്കെ എന്തായാലും നൈസായിട്ട് നമുക്കെന്തായാലും നോക്കി നോക്കാം. എന്തായാലും ഇവിടെ എന്തോ ഹിൻ്റ് എന്തോ കാണിക്കുകയാണല്ലോ, ഇതെന്താണ്? ഓക്കെ, അത് അപ്പുറത്തെ സൈഡാണ്. നമുക്കെന്തായാലും വീടിൻ്റെ ഇതെന്താണ് ഡോർ തുറക്കാൻ പറ്റാത്ത, എനിക്കറിയണം കേട്ടോ. ഇവിടെയാണെങ്കിൽ നമ്മുടെ ലൈറ്റിങ്ങളൊക്കെ എന്തായാലും ഓഫ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഈ ഡോർ എന്തോ തുറക്കാനായിട്ട് പറ്റുള്ളല്ലോ. ഓക്കെ, എന്തോ ഒരു ഹിൻ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഈ സ്ഥലമൊക്കെ എന്തായാലും ഒന്ന് ഫുള്ളായിട്ടൊന്ന് സെർച്ച് ചെയ്ത് എന്തായാലും നോക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല. നമുക്കെന്തായാലും അടിയിലത്തെ ഡ്രോയിങ്ങളൊക്കെ നോക്കി, ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, നമ്മുടെ മെയിൻ ഗേറ്റ് എസ്കേപ്പ് കണക്കെ ഉണ്ടെന്ന് വെച്ചാൽ, പക്ഷെ എൻ്റെ പൊന്നെ അമ്മ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പണി പാളി ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് മൊത്തത്തിൽ എന്തായാലും തുറന്ന് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് എന്തായാലും ഒന്നും തന്നെ കിട്ടുന്നില്ല. ഓക്കെ, നമ്മുടെ വീടിൻ്റെ നമ്മുടെ ഈ റൂമിൻ്റെ ഈ ഒരു ഡോറില്ല, അത് നമുക്ക് എന്തായാലും, പക്ഷെ എൻ്റെ പൊന്നെ ഞാൻ വിളിച്ച് നമ്മളെ പിടിച്ചെന്ന് നമ്മുടെ ഡാഡില്ലേ. ഓക്കെ, നമ്മുടെ ഡാഡിക്കൂളുകളൊക്കെ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് TV-യിൽ, അതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ ഇപ്പോൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഗെയിമിലാണെങ്കിൽ വേറെ പ്രത്യേകമുണ്ട്. നമ്മൾ എന്ത് സാധനം എടുത്താലും അതേപോലെ തന്നെ തിരിച്ചെന്തായാലും വെക്കണമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മമ്മിയും ഡാഡും നമ്മളെ പൊക്കും കഴിച്ചത്. ഇവിടെ എന്തോ കൊക്കോകോള പോലത്തെ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഏതാണ് ഈ ഒരു PC നമുക്ക് നോക്കി നോക്കാം. ഇതെന്താണ്, എനിക്ക് PC നോക്കാൻ പറ്റണല്ലോ. ഓക്കെ ഗൈസ്, ഇവിടെ റുബിക്സ് ക്യൂബുകളൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഇതിലാണെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കൊടുത്തിരുന്നാലുണ്ട്. അത് നമ്മുടെ ഡാഡില്ല ഗൈസ്, ഡാഡ്. ഓക്കെ, ഡാഡിൻ്റെ ഒരു ലാപ്ടോപ്പ് കണക്കുണ്ട്, അതിലെന്തായാലും പോയി എന്തായാലും അടിക്കണം ഗൈസ്, അതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെയൊക്കെ എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നും തന്നെ എന്തായാലും ഇല്ല ഗൈസ്. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മളെന്ന് പറയണത്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഈ PC എന്താണെന്ന് PC നമുക്കെന്തായാലും
നോക്കാനായിട്ട് പറ്റണില്ല. ഓക്കെ, അതെന്തോന്ന് പ്രശ്നമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്കൊന്നും ഇവിടെയൊക്കെ മൊത്തത്തിൽ അതെല്ലാം സെർച്ച് ഇവിടെ ഒന്നും തന്നെ ഒന്നുമില്ല കേസ്. ഓക്കെ, ഇത് ക്രിസ്മസ് ടൈമും കണക്കാണ് കേസ്. ഓക്കെ, ഫുള്ള് പണിപ്പാളി. നമ്മുടെ മമ്മയങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ ചെടിക്കുകളൊക്കെ വെള്ളം ഒഴിക്കാൻ വന്നു, നമ്മുടെ ക്രിസ്മസ് ട്രീക്കുകളൊക്കെ വെള്ളം ഒഴിക്കാൻ വന്നു. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു നമ്മുടെ റൂമിൻ്റെ ഡോർ തുറക്കണം കേസ്. എനിക്ക് തോന്നുന്നു ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്കത് എങ്ങനെയെങ്കിലും തുറക്കണം കേസ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മുടെ മമ്മിങ്ങളൊക്കെ നൈസായിട്ട് നമ്മളെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പോലെ എന്ത് കഷ്ടമാണല്ലോ ഗൈസ്. ഓക്കെ, മമ്മയെ പൊക്കിയിട്ട് നമുക്ക് പണിഷ്മെൻറ്റുകളൊക്കെ തന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഡോറും കണക്ക് നൈസായിട്ട് എന്തായാലും ക്ലിക്കും കണക്ക് എന്തായാലും ചെയ്തിട്ട് എന്തായാലും ഉണ്ടായിരുന്നു കേസ്. ഓക്കെ, ക്ലിക്കും കണക്ക് എന്തായാലും ചെയ്തപ്പോൾ അപ്പം തന്നെ എന്തായാലും നമ്മുടെ മമ്മിങ്ങളൊക്കെ പിടിച്ച് കേസ്. ഓക്കെ, നമ്മുടെ അമ്മച്ചികളൊക്കെ നമ്മളെ പിടിച്ച് കേസ്. അപ്പം തന്നെ കേസ് നമ്മളെ കൊണ്ട് വീട് വൃത്തിയാക്കാനായിട്ട് പറയുന്നുണ്ട്. എന്ത് പണിഷ്മെൻറ്റാണ് കേസ്, എന്ത് കഷ്ടമാണല്ലോ കേസ്. ഓക്കെ, നമ്മളെ കൊണ്ടൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കേസ്. നമുക്ക് എങ്ങനെ കേസ് നമ്മുടെ ഫ്രണ്ട് എടുത്ത് പോയി നമുക്ക് എന്തായാലും കളിക്കണം കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയ മൊത്തത്തിൽ എന്തായാലും വൃത്തിയാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മമ്മി നമ്മളെ എടുത്തിട്ട് അടിക്കും കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ എന്ത് കഷ്ടമാണല്ലോ കേസ്. ഈ വീട് മൊത്തത്തിൽ നമ്മൾ തന്നെ വൃത്തിയാക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും മൊത്തത്തിൽ എന്തായാലും വൃത്തിയാക്കാം. ഓക്കെ, എന്തായാലും മമ്മിക്കിട്ടേ വെച്ചിട്ടുണ്ട്. നോക്കിക്കോ, ഞാൻ ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് ചെയ്ത്. എൻ്റെ പൊന്നെ ഇതാണ് കേസ് നമ്മുടെ മമ്മി എന്ന് പറയണത്. ഇതെന്താണ് മൊത്തത്തിൽ ആഡ് പോലത്തെ എന്തോ ഒരു സംഭവമാണല്ലോ. നമുക്കെന്തായാലും ഈ ഒരു ആഡ് കണക്കെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ വീട്ടിൽ നമ്മളെന്തായാലും ഇവിടെ ഒന്ന് ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നമ്മളെ കൊണ്ടൊന്നും പഠിക്കാൻ വയ്യ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും എങ്ങനെയെങ്കിലും നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ഇവിടെ ഒരു ബെല്ലുണ്ടാവും, അതടിയാ. അയ്യോ, പിന്നെ പിടിച്ചു. അയ്യോ, പണിപാളി ഗൈസ്, പിന്നെ പിടിച്ചത്. എന്താണല്ലേ എന്റെ പൊണ്ണിന്റെ അവസ്ഥയാണല്ലേ. ഈ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, നമ്മളാ വീണ്ടും ഗൈസ് മമ്മി പിടിച്ച്. ഓക്കെ, അവിടെ എന്തോ ഒരു ട്രീ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു മമ്മികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബെല്ലടിക്കുന്ന സമയത്ത് ട്രീക്ക് വെള്ളം ഒഴിക്കാൻ പോകും ഗൈസ്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും എന്തൊക്കെയോ ചെയ്യണം ഗൈസ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ, നമുക്കെന്തായാലും ഗൈസ് ഈ ഒരു ഇതൊക്കെ നമുക്ക് എന്തായാലും ആണ് നമ്മുടെ ഈ ഒരു ഏതാണ് ഇവിടുത്തെ ഇതൊക്കെ നമുക്ക് എന്തായാലും ചെയ്യാം ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഓക്കെ, എന്ത് അവസ്ഥയാണല്ലേ ഗൈസ്. എന്താ മമ്മിക്ക് വെച്ചിട്ടുണ്ട്, അവിടെ ഇരുന്ന് ആടിക്കോ. അല്ല പിന്നെ കണ്ടാ ഗൈസ്, എന്താ അവസ്ഥയാണല്ലേ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടുത്തെ തറയെല്ലാം എന്തായാലും ഒന്ന് വൃത്തിയാക്കാം ഗൈസ്. ഓക്കെ, അല്ലാതെ കാര്യം നടക്കത്തില്ല. ഓക്കെ, നമ്മളങ്ങനെ എല്ലാം വൃത്തിയാക്കിയെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഗുഡ് ജോബ്, എൻ്റെ വായുന്നൂലം കേൾക്കല്ലേ. ഓക്കെ, പിന്നെ പഠിക്കരുത് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു അറ്റംപ്റ്റും കൂടെ ഉള്ളൂ ഗൈസ്. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമായി ഗൈസ്. ഓക്കെ, നമുക്കിത് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മളെ കൊണ്ടൊന്നും പഠിക്കാൻ വയ്യ. എൻ്റെ പൊന്നി, വീടൊന്ന് ഇരുട്ടാണല്ലോ ഗൈസ്. എൻ്റെ അമ്പോ, ഇതാണ് മെയിൻ ഡോറെന്ന് പറയണം. ഇവിടെ ആയിട്ടുണ്ട് ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂമിൻ്റെ സ്വിച്ച് എവിടെയാണ്? പക്ഷെ എൻ്റെ ഈ ഗെയിം ഭയങ്കര ഇരുട്ടാണ്. മമ്മി എങ്ങാനിപ്പോൾ വന്നു കഴിഞ്ഞാൽ പണി. അയ്യോ, പിടിച്ചടാ. അയ്യോ മമ്മി പിടിച്ചു. എൻ്റെ പൊന്നടാവേ, എന്താ അവസ്ഥയാണ്. പക്ഷെ എൻ്റെ പൊന്ന് ഗൈസ്, നമ്മുടെ അറ്റംപ്റ്റൊക്കെ കഴിഞ്ഞു. എൻ്റെ ദൈവമേ, നമ്മുടെ ഡാഡി നമ്മുടെ തലമണ്ട അഴിച്ച് പൊട്ടി കേസ്. എന്ത് കഷ്ടമാണല്ലേ കേസ്. ഓക്കെ, 6 മിനിറ്റ് എടുത്ത് കേസ് ഇത്രയും ചെയ്യാനായിട്ടോ. ഇത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇല്ല. ഈ ഒരു ഗെയിമിനാണെങ്കിൽ പിന്നെ പ്രാക്ടീസ് മോഡും കളക്കുണ്ട് കേസ്. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് മോഡ് എന്തായാലും നോക്കിയാക്കാം കേട്ടോ. അത് ചിലപ്പോൾ പറ്റുമായിരിക്കും. ഓക്കെ, എന്തായാലും കേസ് ഈ ഒരു വീഡിയോ ഇത്രയും എന്തായാലും ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഉറപ്പായിട്ടും എന്തായാലും ഈ ഒരു വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവുന്നതാണ് ഗൈസ്. ഓക്കെ, എൻ്റെ പൊന്ന് കഷ്ടമാണല്ലോ, എന്ത് കഷ്ടമാണല്ലോ ഗൈസ്. നമ്മളെ ഡാഡി കൂള് നമ്മുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ച് ഗൈസ്, എന്തോ ബെൽറ്റ് പോലത്തെ സാധനമായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് എന്തായാലും കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കണം പറയാൻ ചെയ്താൽ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങൾ. അപ്പം
നമ്മുടെ സെക്കൻഡ് ചാനൽ എന്തായാലും എല്ലായിരുന്നാലും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്ത് വയ്ക്കുക. അതേപോലെ നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള ഈ ഒരു ഗ്യാങ്സ്റ്റർ ഗെയിമിംഗ് YTG എന്നുള്ള നമ്മുടെ ഈ ഒരു ചാനലുകളൊക്കെ ഏതാണ് 900 സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ഫൈനലി എന്തായാലും അടിച്ചിട്ട് എന്തായാലും ഉണ്ടൊക്കെയാണ്. നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1000 കണക്കാണ്. അതായത് 1K സബ്സ്ക്രൈബേഴ്സുകളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് കണക്കെ എന്തായാലും ചെയ്യാം. ഓക്കെ അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളും. ഓക്കെ, അപ്പം പുതിയൊരു കിടിലം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.